ഈ കഴിഞ്ഞ 20 കൊല്ലം നിങ്ങൾ എടുത്തു നോക്കുക. ഈ നോയമ്പ് സമയത്ത് ഏകദേശം 15,000 പേരാണ് വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. നിങ്ങൾക്കറിയാം പാകിസ്ഥാനിൽ, നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ ഇസ്ലാമിക രാജ്യമായ റിയാദിൽ, ഇവിടെ ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ പള്ളികൾ നോയമ്പെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പള്ളിയിൽ നമാസുമായിട്ട് പോകുമ്പോഴാണ് അവിടെ കൊണ്ട് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് ഈ ഹോളി മന്തിൽ. അപ്പം ഞാനും പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് നോയമ്പ് മാസത്തിൽ ഈ ബോംബ് പൊട്ടിക്കരുത്. കാരണം ഇത് അസഹനീയമാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല, ഒരു NGO പറഞ്ഞ കണക്കാണ്. ഇത്രയും പേരാണ് കഴിഞ്ഞ 20 വർഷക്കാലം കൊണ്ട് നോയമ്പ്, അതായത് ഹോളി സീസണിൽ ബോംബ് പൊട്ടി വിവിധ പള്ളികളിൽ, ഇസ്ലാമിക മോസ്കുകളിൽ അവരുടെ ആൾക്കാർ കൂടുന്നിടത്ത്, ഇൻക്ലൂഡിങ് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യമായ ഇസ്ലാമിൻ്റെ കേന്ദ്ര ബിന്ദുവായ സൗദി അറേബ്യയിൽ, പാകിസ്ഥാനിൽ എത്ര ഭാഗത്താണ് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാനിൽ ഇത്രയും പേരെയാണ് കൊല്ലുന്നത്. അപ്പം നിങ്ങൾ നോയമ്പ് നോക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ പ്രേ ചെയ്യേണ്ടത് ബേസിക്കലി ആ സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ബോംബ് പൊട്ടിക്കാതിരിക്കാൻ ഇവർക്കെല്ലാം, അതായത് നിങ്ങളുടെ ദൈവം, എൻ്റെയും ദൈവം, ഇവർക്ക് ബോധം കൊടുക്കണം. കാരണം ഒരാൾ പട്ടിണി കിടന്നിട്ട് നോയമ്പ് നോട്ട് മുറിക്കാൻ വരുന്ന സമയത്ത്, അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ആ ബ്ലഡ് സ്റ്റെയിനൊക്കെ ഉള്ള സംഭവം പല പിക്ചേഴ്സ് ഇന്ന് മനസ്സിലുണ്ട്. അപ്പം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. ഒരു മനുഷ്യന് വിശുദ്ധനാകാം, വിശുദ്ധനല്ലാതാകാം, അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ബ്ലാസ്റ്റുകൾ, അതായത് എസ്പെഷ്യലി ദിസ് ഹോളി സീസൺ, ഇറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. എത്ര പേരെ ഇഞ്ചേർഡ്, ഏകദേശം 1,00,000-ലധികം പേരാണ് ഇഞ്ചേർഡ് ആയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കണക്കുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണക്കുകൾ ഓരോന്നായിട്ട് കിട്ടും. കാരണം ഇതൊക്കെ പല സന്ദർഭത്തിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്ര ഹൊറിബിളാണ് ഈ സംഭവം. അപ്പോൾ ഈ പറയുന്ന പെരുന്നാൾ മാസം നോയമ്പ് കുറിക്കുന്ന സമയം, നോയമ്പുള്ള സമയത്തും എൻ്റെ ഒരു പ്രാർത്ഥന, അതായത് ആ സമയത്ത് അക്രമവും പരിപാടികളൊന്നും നടക്കരുത്. കാരണം അതാണ് ഏറ്റവും ആവശ്യം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഹോളിനെസ് എന്ന് പറയുന്നത്, ഹോളി എന്ന് പറയുന്നത്, വിശുദ്ധം എന്ന് പറയുന്നത്. പക്ഷേ തീവ്രവാദമായിട്ട് ചിന്തിക്കുന്നവർക്ക് അതും ആ വിശുദ്ധമായ അതിൻ്റെ പാർട്ടാണെന്നും പറഞ്ഞിട്ടാണ് അവർ സ്ഫോടനങ്ങളിൽ ഏർപ്പെടുന്നത്. കാരണം ഇത് അവരുമായിട്ട് ആ രാജ്യത്തെ പോലീസിൻ്റെ അവരുടെ ചാർജ് ഷീറ്റിൽ പറയുന്ന സംഭവമാണ്, ഞാൻ പറയുന്നതല്ല. അത്ര ക്രൂരമാണ് ഈ സംഭവം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മാത്യു സാമുവൽ സാറ് ഈ ഒരു വിഷയം പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു സത്യസന്ധമായിട്ടുള്ള വിഷയം തന്നെയാണ്. 1% പോലും ഇതിൽ നുണയില്ല. നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ വന്ന് കമൻറ്റുകളൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, കഴിഞ്ഞ 20 വർഷത്തെ ഒരു കണക്കാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിൽ നോമ്പ് മാസം ആരംഭിച്ചിരിക്കുകയാണ്. അവരുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള മാസമായിട്ട് അവർ കാണുകയും അതുപോലെ നല്ല മികച്ച രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൻ്റെ രീതിയിൽ ആത്മീയതയുടെ പാതയിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ലോകത്തിലുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഇവർക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇവരെ പോലും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് ഒരു കൂട്ടം സുഡാപ്പികൾ ഇന്ന് ലോകത്തിൽ, അവർ കൃത്യമായിട്ട് ബോംബുകളും തോക്കുകളും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സുഡാപ്പി ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ നിന്ന് ഒരു ജിഹാദി ഭീകരനെ പിടികൂടിയിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവനൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിലകൊള്ളുന്നതെന്നുള്ളത്. ഇവന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുന്നതിനായിട്ട് ആസൂത്രണം ചെയ്യുക. ഇതാണ് ഇവന്റെ നയം. ഗ്രനേഡ് അടക്കമായിട്ടാണ് ഇവനെ പോലീസ് പിടിക്കുന്നത്. അത് പോലീസ് പിടിക്കുക വെച്ചാൽ ഗുജറാത്ത് ATS ആണ് പിടിച്ചിരിക്കുന്നത്. കുറെ കണ്ണികളായിട്ടുള്ള കോണ്ടാക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്തും മഹാരാഷ്ട്രയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇവന്റെ പ്രവർത്തനം. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇവന്റെ ഉദ്ദേശ ലക്ഷ്യം അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് പറയാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ
ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ന് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അത് ഭീകരവാദികളെ കൊണ്ടുള്ള ശല്യം തന്നെയാണ്. അതിലൊരു സംശയമില്ല. ISIS എന്ന് പറയുന്ന ആഗോള ഭീകരവാദ സംഘടന ഈ ലോകത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇറാഖിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം, ഇറാഖ്, സിറിയ, ലെബനൻ ഈ 3 രാജ്യങ്ങളിലും വലിയ രീതിയിൽ തന്നെ ഇവരുടെ സ്വാധീനമുണ്ടായിരുന്നു. അത് ഒരു കാലഘട്ടം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോളം ഇവരുടെ ഒരു വലിയ നിയന്ത്രണത്തിൽ ഈ 3 രാജ്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളുടെ ആക്രമണത്തിലും അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ വലിയ തരത്തിൽ ഭീകരവാദികൾക്കെതിരെയുള്ള ഭീകരവേട്ടയ്ക്ക് ശേഷമാണ് അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് ചില ഈ രാജ്യങ്ങളൊക്കെ പുറകോട്ട് പോയത്. പക്ഷെ അവരുടെ പ്രവർത്തനം ഇപ്പോഴും സജീവമായിട്ട് എല്ലായിടത്തും ഉണ്ട്. ഇതവർ കൂടുതലായിട്ട് ഈ പറയുന്ന ഏഷ്യൻ കൺട്രീസിൽ വലിയ പ്രതിസന്ധികൾ വന്ന സമയത്ത് അത് ആഫ്രിക്കൻ കൺട്രീസിലേക്ക് അവർ ചേക്കേറാനാണ് ശ്രമിച്ചത്. അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ യൂറോപ്പിലേക്കും ശക്തമായിട്ടുള്ള രീതിയിൽ ഇവരുടെ കുടിയേറ്റം, ഈ ഭീകര സ്വഭാവമുള്ള ഈ സുഡാപ്പികളുടെ കുടിയേറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് യൂറോപ്പിലുള്ള സാധാരണക്കാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ വന്നുകൊണ്ട് കത്തിയെടുത്ത് കുത്തിക്കൊല്ലുക, അതിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റുക, മറ്റ് രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ നടക്കുക. ഓസ്ട്രേലിയയിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ഡോക്ടറും അതോടൊപ്പം തന്നെ നേഴ്സും ഇവർ രണ്ടുപേരും നിന്ന് പറയുകയാണ്, തങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ ഇസ്രായേലികളായിട്ടുള്ള ജൂതന്മാർ വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളെ കൊണ്ടാവുന്ന തരത്തിൽ ഞങ്ങൾ അതിനെ ആ ജൂതന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ മറ്റു രീതിയിൽ അനാശാസ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള മരുന്ന്, കൃത്രിമമായിട്ടുള്ള മരുന്ന്, അല്ലെങ്കിൽ അവരെ അപകടത്തിലാവാൻ, ശരീരത്തിൽ പെട്ടെന്ന് തന്നെ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, മാരക രോഗങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, അവർ മരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് ഒരു ഭയവും കൂടാതെ ഈ സുഡാപ്പികളായിട്ടുള്ള ഈ 2 വ്യക്തികൾ, ഒരു ഡോക്ടറും ഒരു ആണും ഒരു പെണ്ണും ഇവരിന്ന് പറയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഓസ്ട്രേലിയ കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വന്നു. 1% പോലും ഇനി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടെ ഇനി ജോലിക്ക് നിർത്തുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരെയായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഇവരുടെ ഈ പറയുന്ന പുണ്യമാസത്തിൽ പോലും യഥാർത്ഥത്തിൽ ഇതിനെ, ഈ പുണ്യമാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് തന്നെ ഇവർ ഇതുപോലുള്ള സുഡാപ്പികൾ വന്നുകൊണ്ട് പൊട്ടിത്തെറിക്കാനും അതുപോലുള്ള ആക്രമണ പരമ്പരകൾ നടത്താനായിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ഇതുപോലുള്ള രാജ്യങ്ങളാണ് കൂട്ടക്കുരുതികൾ നിരന്തരമായിട്ട് നടക്കുന്നത്. ഈ കൂട്ടക്കുരുതികൾ നടത്തിക്കൊണ്ട് ഇവരെന്താണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ നേടിയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മോശമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോലും കടന്നു കയറാൻ പറ്റാത്ത തരത്തിലേക്കുള്ള വലിയ വികൃതമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഇവന്മാരുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഈ സ്വഭാവ രീതിയിൽ നിന്ന് ആകുണ്ടായിരിക്കുന്നത്. അത്ര നീചമായിട്ടുള്ള, ഹീനമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള കൊലപാതക പരമ്പരകളാണ് ഇക്കാലയളവിൽ ഈ ഭീകരന്മാര് ഈ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തിപ്പോരുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് 15,000-ഓളം ആളുകളാണ് ഇതുപോലുള്ള വിവിധ ആക്രമണങ്ങളിൽ ലോകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഭീകരവാദികളുടെ ഈ സുഡാപ്പികളെ കൊണ്ട് ലോകത്ത് സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്.